الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ നിയന്താവുമായ റബ്ബുൽ ആലമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ നാടായ മക്കയും പരിസരവും വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നത്.
സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിളിയാളം കേട്ടുകൊണ്ട് നാഥന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വൻ തീർത്ഥാടന പ്രവാഹമാണ് അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര മനുഷ്യരാണ്, എത്രയെത്ര നാട്ടുകാരാണ്, എത്ര എത്ര ഭാഷക്കാരും വേഷക്കാരും ആകാരത്തിലും എല്ലാം വ്യത്യസ്തമായ രൂപത്തിലും എല്ലാം കറുത്തവരും വെളുത്തവരും ഉയർന്നവരും പൊക്കം കുറഞ്ഞവരും പൊക്കം കൂടിയവരും കറുത്തവരിൽ കറുത്തവരും ആഫ്രിക്കക്കാരും യൂറോപ്യന്മാരും അങ്ങനെ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു മനുഷ്യ മഹാസംഗമം, അത് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരേ ഒരു പ്രദേശം അത് ഈ മക്കയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഹജ്ജിനായി വിളംബരം ചെയ്യുവാൻ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്ക് കാണാവുന്നതാണ്. മഹാനായ പ്രവാചകനെ വിളിച്ചുകൊണ്ട് കഅബ പണി പൂർത്തീകരിച്ച വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയാണ്, വഅസ്സിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. സൂറത്തുൽ ഹജ്ജിൽ 27-ാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ്, വഅസ്സിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നീ ജനങ്ങളെ തീർത്ഥാടനത്തിന് വേണ്ടി വിളിക്കുക, ക്ഷണിക്കുക. യഅതൂക റിജാലം, കാൽ നടയായിക്കൊണ്ടും, വഅലാ കുല്ലി ളാമിരിൻ, എല്ലാ മെലിഞ്ഞ ഒട്ടകപ്പുറത്തും, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മലമ്പാതകൾ താണ്ടിയും അവർ നിന്റെ അടുക്കലേക്ക്, അഥവാ ഈ പുണ്യ ഗേഹത്തിലേക്ക്, ഈ ആലയത്തിലേക്ക് അവർ വരുന്നതാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വാഭാവികമായും ഒന്ന് സംശയിച്ചു പോയി. ഞാൻ ഈ മൊട്ടക്കുന്നിൽ നിന്ന് വിളിച്ചാൽ എൻ്റെ വിളി ആര് കേൾക്കാനാണ്, എൻ്റെ ശബ്ദം എവിടെ എത്താനാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സംശയിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, ഇബ്രാഹിം വിളിക്കുക എന്നത് മാത്രമാണ് നിന്റെ ജോലി, അത് എത്തിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അതെത്തിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോൾ ദിഗന്ധങ്ങൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യരായ മനുഷ്യരുടെ കാതുകളിൽ വന്ന് ആ ശബ്ദം അടിക്കുകയാണ്. അങ്ങനെ അന്നു മുതൽ തുടങ്ങിയ തീർത്ഥാടനം ഇന്നും അനവരതം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അത് തുടരുക തന്നെ ചെയ്യും. അതാണ് ഹജ്ജിൻ്റെ തുടക്കത്തിലുള്ള ചരിത്രം എന്ന് പറയും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക്, ആ പുണ്യഭൂമിയിലേക്ക് മനുഷ്യരായ നമ്മെ വിളിച്ചത്, ക്ഷണിച്ചത് എന്ന് തുടർന്നു കൊണ്ടുള്ള അടുത്ത ആയത്തിൽ അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അല്ലാഹു പറയാണ്, ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ, അവർക്ക് ഗുണം ലഭിക്കുന്ന രംഗങ്ങളിൽ അവർ സാക്ഷികളാകാൻ വേണ്ടിയാണത്.
അവർക്ക് പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനുണ്ട്. അതിനാണ് അവരെ അവിടേക്ക് വരാൻ പറഞ്ഞത്. തീർന്നില്ല. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലി മൃഗങ്ങളെ നിശ്ചിതമായ ദിവസങ്ങളിൽ ബലി കഴിക്കുവാനും വേണ്ടി എത്രയത്. പണ്ട് ഹാജിമാർ അവിടേക്ക് പോകുമ്പോൾ കൂടെ ബലിമൃഗങ്ങളുമൊക്കെ കാണുമായിരുന്നു. കൂടെ മൃഗങ്ങളെ കരുതുമായിരുന്നു. കന്നുകാലികളെയൊക്കെ കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പ്രവാചകനും പോയിരുന്നു. കുറെ ആടുകളുമൊക്കെ ആയിട്ടെന്ന് ചരിത്രത്തിൽ കാണാം. പ്രവാചകൻ ബലിയർത്ത സംഭവങ്ങളൊക്കെ കുറെ അധികം മൃഗങ്ങളെ പ്രവാചകൻ തന്നെ സ്വന്തം കൈക്ക് ബലിയർത്തതായിട്ടൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ കൂടുതൽ അർത്ഥതും ആടുകളെ ആയിരുന്നു എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിങ്ങനെ തുടരുകയാണ്. അവിടേക്ക് വരുന്ന ആളുകൾ ബലിമൃഗങ്ങളെയൊക്കെ കരുതി വരും. എന്നിട്ട് അത് ഹജ്ജ് കഴിയുമ്പോൾ ബലി അറുത്തുകൊണ്ടാണ് ഹജ്ജിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ബലി അറുക്കുമായി. അവിടെ എവിടെയെങ്കിലും പ്രത്യേകമായ പ്രദേശങ്ങളൊന്നുമില്ല. ബലിയറുക്കാൻ പ്രത്യേകമായ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ അവിടെയും ഇവിടെയൊക്കെ വെച്ച് അറുക്കും. കുറച്ചെടുത്ത് ഭക്ഷിക്കും, കുറേയൊക്കെ കരിച്ചു കളയും. ഇതൊക്കെയായിരുന്നു ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനൊരു രൂപം ഉണ്ടാക്കി അവിടുത്തെ സർക്കാർ. ഇങ്ങനെ കുറെ വേസ്റ്റാകുന്നു, കുറെ ഇറച്ചികൾ വേസ്റ്റായി പോകുന്നു, കുഴിച്ചു മൂടുന്നു, കരിച്ചു കളയുന്നു. അത് സംഭവിക്കാൻ പാടില്ല. അതിനവർ പിന്നെ പണ്ഡിതന്മാരുമൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് അവർ ഒരു ഫാക്ടറി അതിനുവേണ്ടി, അറവുശാല അതിനുവേണ്ടി തയ്യാറാക്കി. കോടികൾ സൗദി ദിർഹം, സൗദി റിയാൽ ചെലവഴിച്ചുകൊണ്ട്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് ഹാജിമാർ, മൃഗബലി നടത്തുന്നവർ അതിനെ ഒരു കൗണ്ടറിൽ പൈസ അടച്ചാൽ അവർ അത് നിർവഹിച്ചുകൊള്ളും. എന്നിട്ട് ഈ ഇറച്ചിയോ അവർ അത് സംസ്കരിച്ച് വിവിധ ദരിദ്രമായ രാജ്യങ്ങളിലേക്ക്, പട്ടിണി ഉള്ള രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കയിലേക്കും അതേപോലുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ എങ്ങനെ അത് ബലിമാംസം കയറ്റി അയക്കുമായി. അതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾ വരാൻ പറഞ്ഞത്? ഈ പുണ്യഭൂമി സന്ദർശിക്കാൻ പറഞ്ഞത് എന്തിനാണ് വിളിച്ചത്? ലിയഷ്ഹദു മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകാൻ വേണ്ടിയാണ്. എന്തൊക്കെ പ്രയോജനമാണ് അവിടേക്ക് പോകുന്നവർക്ക് ലഭിക്കുക? ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ആ പുണ്യഭൂമിയിൽ ചെന്ന് നേടിയെടുക്കുകയാണ് അവിടെ എത്തുന്ന ആളുകൾ. തീർത്ഥാടനം കൊണ്ട് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ ധാരാളം മേന്മകൾ, ധാരാളം നന്മകൾ അവന് ലഭിക്കുന്നു. പുണ്യകർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ദേശക്കാരും വർണ്ണക്കാരും ഭാഷക്കാരുമായ ആളുകൾക്ക് അടുത്തറിയാനും ആശയവിനിമയം നടത്താനും ഒക്കെ അവസരം ലഭിക്കുന്നു. ഇതൊക്കെ ഓരോ നാട്ടിലുള്ളവരെ പരസ്പരം കാണാനും കേൾക്കാനും അടുത്തറിയാനും പരിചയപ്പെടാനും ഒക്കെ സാധിക്കുന്ന കാര്യമാണ് ഈ അവിടേക്ക് ചെല്ലുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം. ഇപ്പൊ ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട്. ഒരുപാട് പുണ്യ സ്ഥലങ്ങളാണല്ലോ, പുണ്യമാക്കപ്പെട്ട പ്രദേശമാണ് ഈ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത്. അറഫയാകട്ടെ, മുസ്ദലിഫയാകട്ടെ, മിനയാകട്ടെ, അങ്ങനെ പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറമാകട്ടെ, എല്ലാം ഓരോ
കർമ്മങ്ങൾക്കും പ്രത്യേകമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി നൽകപ്പെടുന്ന ഒരു സമയമാണ് ഈ ഹജ്ജ് വേള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോകുന്ന നാട് സവിശേഷതയുള്ള നാടാണ്. ഈ കഅബയും പരിസരങ്ങളും എന്തുകൊണ്ടും പ്രത്യേകതയുള്ള നാടാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യ ഹാജറയുടെയും മകൻ ഇസ്മായിലിന്റെയും പാദസ്പർശമേറ്റ പുണ്യം നിറഞ്ഞ ഒരു മഹത്തരമായ പ്രദേശമാണ് ഈ മക്ക എന്ന് പറയുന്നത് രാജ്യം. ഈ മക്ക എന്ന് പറയുന്ന പ്രദേശം, മക്ക എന്ന് പറയുന്നത് ഭൂമിയുടെ സെന്ററാണെന്നുമൊക്കെ പറയപ്പെടുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും നടുവിലാണ് ആ കഅബയും മക്കയും സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട നാടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പോലും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹിജ്റ വേളയിൽ പറയുകയാണ് മക്കയെ കുറിച്ച്, വല്ലാഹി ഇന്നക ലഖൈറുൻ അർളില്ലാഹ് വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി വമാ ഖറജ്തു. റവാഹു അഹ്മദ് ഇബ്നു മാജ പോലുള്ളവർ ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ മക്കയെ നോക്കി പറയുകയാണ്, പോകുകയാണ്, മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. ആ സമയം പ്രവാചകൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മക്കയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച ഏറ്റവും നല്ല ഭൂമി നീയാണ് മക്കയെ, നീയാണ് ഏറ്റവും നല്ല പ്രദേശം എന്ന് പറയുന്നത്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു, ഈ ആളുകൾ എന്നെ ഇവിടെ നിന്നും ആട്ടി പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മിൻകി മാ ഖറജ്തു, ഞാൻ ഈ നാട് വിട്ട് പോകുമായിരുന്നില്ല. അങ്ങനെ പ്രവാചകനും ഏറെ ഇഷ്ടപ്പെട്ട പ്രദേശമായിരുന്നു ഈ മക്ക നാട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ അവർ ഇതൊക്കെ ഓർക്കണം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ കല്ലും മണ്ണും മുള്ളും ഒക്കെ ഉള്ള പ്രദേശങ്ങളുമൊക്കെ ഉണ്ട്. ഇതിനാണോ ഇങ്ങോട്ട് വന്നത്, ഈ മുള്ള് ചവിട്ടാനാണോ ഈ കല്ല് ചവിട്ടാനാണോ എന്നൊന്നും തോന്നരുതും പോകുന്ന ആളുകൾക്ക്. അതിൻ്റെ കുറേയൊക്കെ അവർ സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓരോ വർഷവും ഓരോ സൗകര്യങ്ങൾ ഇങ്ങനെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാജിമാർക്ക് സുഗമമായി വന്നു പോകാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ഓരോ വർഷവും മതാഫൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളുടെ ഈ ബാഹുല്യം കൊണ്ട് ലക്ഷങ്ങളല്ലേ ഒരേ സമയം ഈ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുകയും അതേപോലെ സഫാ മർവയിൽ കൂടി 7 പ്രാവശ്യം നടക്കുകയുമൊക്കെ ചെയ്യുന്നത് ജനങ്ങൾ ലക്ഷങ്ങളാണ്. അപ്പോൾ അവർക്ക് ആ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു. വഴിയിലൂടെ പോകുമ്പോഴൊക്കെ വെള്ളമൊക്കെ ചീറ്റിച്ചൊക്കെ തരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ടണലുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ആ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് എത്താൻ ടണലുകൾ, ശീതീകരിച്ച ടണലുകൾ, അതായത് തണുപ്പുള്ള ടണലുകൾ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ അവർ ഈ സൗദി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉമ്മുൽ ഖുറാ, നഗരങ്ങളുടെ മാതാവ് എന്നാണ് ഈ മക്കയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഉമ്മുൽ ഖുറാ, നഗരങ്ങളുടെ മാതാവ് എന്ന്. അതേപോലെ തന്നെ ബലദുൻ അമീൻ, നിർഭയത്വമുള്ള നാടാണത് മക്ക. നിർഭയത്വമുള്ള, ആർക്കും ഒന്നും ആരെയും ഭയക്കാനില്ലാത്ത വളരെ നിർഭയത്വമുള്ള ഒരു നാടാണ് മക്ക എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്
വഅൻത ഹില്ലും ബിഹാദൽ ബലദ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, നിർഭയത്വമുള്ള ഈ നാടിനെ കൊണ്ട് തന്നെയാണ് സത്യം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ തന്നെ അഥവാ ഈ രാജ്യത്തെ, ഈ മക്കയെ കൊണ്ട് തന്നെ സത്യം. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നീയാകട്ടെ ഈ രാജ്യത്തെ നിവാസിയാണ് താനും എന്നാണ് ആ പറഞ്ഞത്. നമ്മളൊക്കെ ഓതുമല്ലോ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ഈ മക്കയെ കുറിച്ചാ അള്ളാഹു പറഞ്ഞത്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നീയാകട്ടെ ഈ രാജ്യത്തെ നിവാസിയുമാണ് താനും. അതേപോലെ തന്നെ നമ്മൾ ഓതുന്ന മറ്റൊരു അധ്യായമുണ്ട്, സൂക്തമുണ്ട്, സൂറത്തു തീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. വത്തീനി വസൈതൂൻ, അത്തിയും ഒലിവ് മരവും തന്നെയാണ് സത്യം. അത്തിയും ഒലിവും എവിടെയാണ്? ഇത് 3 പുണ്യ സ്ഥലങ്ങളെ ഖുർആൻ അല്ലാഹു എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഇത് ഈ അത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ അത്തി ഉണ്ടാവും. പക്ഷേ ഏറ്റവും ഔഷധ ഗുണമുള്ള അത്തി ലഭിക്കുന്നത് ഈ പറയപ്പെട്ട സൗദി അറേബ്യയിലും, അതേപോലെ അത് കുറച്ചുകൂടി നല്ലത് ഫലസ്തീൻ, പുണ്യ ഭൂമിയായ ഫലസ്തീനിലൊക്കെയാണ്. നമ്മുടെ ഭൂമിയാണത്, നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാണത്, പുണ്യഭൂമിയാണ്. നമ്മുടെ ഒന്നാമത്തെ കിബിലയാണ് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം ആ മസ്ജിദിനെ മോചിപ്പിച്ചു തരുമാറാവട്ടെ, നമുക്ക് നൽകുമാറാവട്ടെ. അവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം അള്ളാഹു നൽകുമാറാവട്ടെ. ഫലസ്തീനികൾക്ക് സ്വതന്ത്രത്തോടുകൂടി ജീവിക്കാൻ, അവരുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടി കഴിയാനുള്ള എല്ലാവിധ സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുക്കുമാറാവട്ടെ. ആ പ്രദേശത്തെ സംബന്ധിച്ചാണ് വത്തീനി വസൈതൂൻ, അത്തിയും ഒലിവും. ഒലിവിന്റെ നാടാണത്. ഒലിവെണ്ണ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള എണ്ണ ലഭിക്കുന്ന ആ ഒരു നാട്, അതൊക്കെ അവിടെയാണ് കൃഷി ചെയ്യുന്നത്, ആ നാട്ടിലാണ്. അതേപോലെ തന്നെ വതൂരി സീനീൻ, സീനാ പർവ്വതം തന്നെയാണ് സത്യം. സീനാ പർവ്വതം എന്താണ്? സീനാ പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അവിടെ ഉള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായതും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സംസാരം കേട്ടതും, തൗറാത്ത് ലഭിച്ചതുമെല്ലാം ഈ സീനാ പർവ്വതത്തിൽ വെച്ചായിരുന്നു. ഈ സീനാ പർവ്വതത്തിൽ വെച്ചായിരുന്നു. അങ്ങനെ സീനാ പർവ്വതം മൂസാ നബിയും ബനൂ ഇസ്രായേലിയരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം നിലനിൽക്കുന്ന തൂരി സീനാ പർവ്വതം തന്നെയാണ് സത്യം. അതേപോലെ തന്നെ അള്ളാഹു അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയുന്നത് വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ നാടിനെ തന്നെയാണ് സത്യം. നിർഭയത്വമുള്ള നാടാണ് അത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ ആയിരക്കണക്കാണ്ടുകളായി അത് ഇന്നും അവിടെ ആ ഒരു കാര്യം, സമാധാനം കാത്തു സൂക്ഷിച്ചു പോരുന്നു. അവിടെ ബഹളങ്ങളില്ല, ഒച്ചപ്പാടുകളില്ല, ബഹളങ്ങളില്ല, പരസ്പരം ഏറ്റുമുട്ടലുകളില്ല, ഉണ്ടാകാൻ പാടില്ല. അതാണ് വിശ്വാസം. ഈ ജാഹിലിയ കാലഘട്ടം, അതായത് യുദ്ധം ഏറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അവർ, യുദ്ധക്കൊതിയന്മാരായിരുന്നു. എന്തിനും ഏതിനും നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുന്ന ആളുകളായ മക്കയിലെ ആളുകൾ പോലും ഇതിന്റെ പരിസരത്ത് ഒരു ബഹളവും ഉണ്ടാക്കുകയുമായിരുന്നില്ല. അതിൻ്റെ ഹുറുമത്ത്, അതിൻ്റെ പവിത്രത അവരും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അന്നു മുതൽ മക്കയെയും പരിസരത്തെയും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു, അവർ നന്നായി ആദരിച്ചിരുന്നു എന്നാണ്. ആ ആദരവ് കൂടിപ്പോയി, ബഹുമാനം കൂടിയിട്ട് തുണി വരെ എന്ത് ചെയ്യുന്നു, നഗ്നരായിട്ട് അത് കഅബത്തെ തവാഫ് ചെയ്യുമായിരുന്നു. ആദരവ്, അതിൻ്റെ ഇത് കൂടിപ്പോയിട്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കഅബ കേടുവന്നു, വെള്ളപ്പൊക്കത്താൽ കേടുവന്നപ്പോൾ അത് പുനർനിർമ്മിക്കണമായിരുന്നു.
അങ്ങനെ പുനർനിർമ്മിക്കാൻ പണം വേണം, കാശ് വേണം. ഏറ്റവും നല്ല സമ്പാദ്യവും കൊണ്ടാണ് അവർ ആ പണി ആരംഭിച്ചത്. എന്നിട്ട് അത് പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോഴും കാണാം കഅബയുടെ ഒരു ഭാഗത്ത് റാ മോഡലിൽ ഒരു ഇത് കാണാം, ഒരു അരപ്രൈസ് ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നത്, ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നു. അവർക്കത് കെട്ടാൻ, അത് കെട്ടിപ്പൊക്കാൻ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. എങ്ങനെയുള്ള പണം? ശുദ്ധമായ പണം, നല്ല സമ്പാദ്യം. അതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. നോക്കുക സഹോദരങ്ങളെ, കുഫാരിങ്ങളായിട്ടും കാഫിര്യങ്ങളായിട്ടും ജാഹിലിയക്കാരായ ആളുകളായിട്ട് പോലും അവർ മക്കയെയും അതേപോലെ കഅബയെയും എത്രമാത്രം ബഹുമാനിച്ചിരുന്നു എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. ഖുർആനിൽ കാണാം, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. വഇദ് ഖാല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ. അതൊരു വലിയ കാര്യമാണ്, ഒരു വലിയ കാര്യമാണ്. നാട് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക, ആരെയും പേടിക്കാതെ, ഒന്നിനെയും പേടിക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ. നമുക്കോ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ അങ്ങനെ ഒരു ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എന്തിനെല്ലാം ഭയപ്പെടണം, എന്തെല്ലാം ഭയക്കണം നമ്മൾ, എന്തെല്ലാം നമ്മൾ കേൾക്കണം, എന്തെല്ലാം നമ്മൾ അനുഭവിക്കണം. ആ രീതിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് ആ പ്രദേശം നിർഭയത്വമുള്ള പ്രദേശമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുകയാണ്. അവിടെ ഏറ്റുമുട്ടലില്ല, അവിടെ ചെടികൾ നശിപ്പിക്കാൻ പാടില്ല, മരങ്ങൾ വെട്ടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല, അവിടുത്തെ ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട്. സ്വന്തം പിതാവിനെ കൊന്ന ഒരു ഘാതകൻ അതിൻ്റെ അകത്തുണ്ട് എങ്കിൽ, ആ പ്രദേശത്ത് മക്കയുടെ ഹറമിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആണ്, അതിൻ്റെ ഉള്ളിലാണ് എങ്കിൽ, ആ പരിധിയുടെ അകത്താണ് എങ്കിൽ അവൻ ഇറങ്ങി വരുന്നത് വരെ കാത്തിരിക്കണം. അവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല, ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം പ്രത്യേകതയുള്ള നാടാണ് ഈ മക്ക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ ലോകത്ത് ഒന്നാമതായി പണി കഴിപ്പിച്ച മന്ദിരം എന്ന് പറയുന്നത് ഈ കഅബയാണ്. നമ്മളുടെയൊക്കെ ആഗ്രഹം, നമ്മളുടെയൊക്കെ അഭിമാനം, നമ്മളുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, നമസ്കാരത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു കഅബാലയം നമ്മുടെയൊക്കെ ആഗ്രഹമാണ്, അല്ലെ? നമ്മളുടെ വാക്കുകളായും കവിതകളായും പാട്ടുകളായും നമ്മളൊക്കെ പാടാറും പ്രാർത്ഥിക്കാറുമുള്ള ആ കഅബ കണ്ണുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റബ്ബേ ഞങ്ങളെ കാണിക്കണമേ എന്ന് ആഗ്രഹിക്കാത്ത ഏതൊരു മുസ്ലിമാണ്, ഏതൊരു വിശ്വാസിയാണ് ഇന്ന് ലോകത്തുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യപ്രദേശം സന്ദർശിക്കുവാനും അവിടെ എത്തിച്ചേർന്ന് അള്ളാഹുവിന്റെ ആതിഥേയത്വം സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും മരണപ്പെടുന്നതിന് മുമ്പ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കഅബാലയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധന മന്ദിരമാണ് ബക്കയിലുള്ള ഈ ബൈത്ത്, ഈ മന്ദിരം എന്ന് പറഞ്ഞത്. ബൈത്ത് എന്നും ബൈത്തുൽ അതീഖ് എന്നും ഒക്കെ ഈ കഅബക്ക് പേരുണ്ട്. ബൈത്തുൽ അതീഖ് പൗരാണികമായ ഭവനം എന്നൊക്കെ പറയാറുണ്ട്. ആ കഅബാലയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബക്കയിലുള്ള, മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. ആ ബക്കത്ത മുബാറകം വഹുദൻ ലിൽ ആലമീൻ, അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശനമായും നിലകൊള്ളുന്നു.
ഇന്നും ലോകത്തിന്റെ ഒരു കേന്ദ്രമാണ് മക്ക, സമാധാനത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ രാജ്യത്തിനൊക്കെ പരിധിയുണ്ട്, അതിർത്തികളുണ്ട്, ഓരോ രാജ്യത്തിനും അതിർത്തികളുണ്ട്. പക്ഷേ അതിനെല്ലാം ഭേദിച്ചുകൊണ്ടാണ് മക്കയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു വിശ്വാസി ലക്ഷങ്ങൾ, മില്യൺ കണക്കിന് വിശ്വാസികൾ അതിനെ ലോകത്തിൻ്റെ കേന്ദ്രമായി ഇന്നും അംഗീകരിക്കുകയാണ്. വേണ്ട, മരണപ്പെട്ടാൽ കുഴിയിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ആ സമയത്തും നമ്മുടെ മുഖം തിരിച്ചു നിർത്തുന്നത്, മുഖം ചരിച്ചു വെക്കുന്നത് ആ കഅബയിലേക്കാണെന്ന് പറയുമ്പോൾ എത്രമാത്രം നാമുമായിട്ട് വൈകാരികമായ ഒരു ബന്ധം കഅബയ്ക്കുണ്ട് എന്ന് നമ്മൾ അറിയണം. അത് മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് അതങ്ങനെ നിലകൊള്ളുകയാണ്. അള്ളാഹു പറയുന്നു ഫീഹി ആയാതും ബയ്യിനാത്ത്, അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. സംസം, അതേപോലെ തന്നെ സഫയും മർവയും പോലുള്ള പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നിന്ന സ്ഥലം. മഖാം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. മഖാം എന്ന് കേട്ടാൽ നമ്മൾ കേൾക്കുന്നു മഖാം ഷരീഫ് എന്നൊക്കെ നമ്മുടെ നാടുകളിൽ ഒരു ഖബർ വെച്ചിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് മഖാം ഷരീഫ്, എന്നിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്നാ പറയുന്നത്. എന്നിട്ട് ഈ ആളുകളൊക്കെ പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? ഇബ്രാഹിം നബിയുടെ ആണ്ടാണ് എന്ന് പറഞ്ഞ് പരത്താറുണ്ട്. ഈ ഹജ്ജിന് പോകുന്നത് ഈ ഇബ്രാഹിം നബിയുടെ ആണ്ട് കഴിക്കാനാണ് പോണത്. നോക്കുക സഹോദരങ്ങൾ, എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനമാണ്. എന്താണ് പ്രഖ്യാപനം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഹജ്ജിന് പോകുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം, ഹജ്ജിന് പോകുന്നവർ അറിയണം, ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. എവിടെയാണ് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കൊരു സ്ഥാനമുള്ളത്? അവിടെ എവിടെയാണ് ഉള്ളത്? അപ്പൊ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതപ്പോൾ, അത് ഉയർന്ന് വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഉയരത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു കല്ലാണത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുകൊടുത്ത കല്ലാണ്. അതിനകത്ത് നിന്നാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 ചുവരും പൂർത്തീകരിക്കുന്നത്. അതാണ് മഖാമു ഇബ്രാഹിം. ഇന്നും അത് സൂക്ഷിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു അവശിഷ്ടം. അതിന്റെ കുറെ നാളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാൽപ്പാടുകൾ അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ആളുകളാണല്ലോ, ഈ അല്പവിശ്വാസികളായ ആളുകൾ പോയി അതിങ്ങനെ തോണ്ടി ആ പാടുകൾ മാഞ്ഞുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അത് നഷ്ടപ്പെടാതിരിക്കാൻ കഅബയുടെ വാതിലിന്റെ നേരെ അല്പം വലത്തുമാറിയിട്ട് ഇന്ന് ഒരു കൂട്ടിൽ, ഒരു പളുങ്കു കൂടാരത്തിൽ ആ കല്ല് സൂക്ഷിക്കുകയാണ്. അതിന് പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 2 റക്അത്ത് നമസ്കരിക്കാൻ കൽപ്പനയുണ്ട്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ 3 ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു തന്നു. അതായത് എൻ്റെ അഭിപ്രായങ്ങളും അത് നിയമമായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നിന്ന ആ സ്ഥലം, ആ മഖാമിന്റെ ഭാഗത്ത് നിങ്ങൾ നമസ്കരിക്കുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. അത് ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യമാണ്. നബിയെ, അവിടെ നമസ്കാരം ഏർപ്പെടുത്തിയാലും ഉടനെ ആയത്ത് അവതരിക്കുകയാണ്. അതേപോലെ തന്നെ 2ാമത്തെ കാര്യം പറയുന്നത്, നബിയെ, താങ്കളുടെ ഭാര്യമാരുടെ അടുക്കൽ നല്ലവരും മോശക്കാരുമൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവരോട് പർദ്ദയാചരിക്കാൻ പറയുക. ഉടനെ പർദ്ദയുടെ ആയത്തിറങ്ങി എന്നാ പറഞ്ഞു. പർദ്ദയുടെ ആയത്ത് ആ സന്ദർഭത്തിൽ അവതരിപ്പിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സംഘടിച്ചുകൊണ്ട് നബിക്കെതിരെ എന്താണ് പ്രശ്നം?
ചെലവിന് പോരാ, ചെലവിന് തികയുന്നില്ല, ഞങ്ങൾക്ക് ചെലവിന് ഇച്ചിരി കൂടെ വർദ്ധിപ്പിച്ചു തരണം എന്ന കാര്യത്തിൽ. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രവാചകനെതിരെ നീങ്ങിയാൽ നിങ്ങളെ ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെയൊക്കെ അള്ളാഹു കൊടുത്തേക്കും എന്ന് പറഞ്ഞ അപ്പോൾ അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്. അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തൈബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ എന്ന് പറയുന്ന ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു എന്ന. നിങ്ങളെക്കാൾ മുസ്ലിമായ മോമിനായ സത്യവിശ്വാസിനികളായ അള്ളാഹുവിന് കീഴടങ്ങുന്നവരായ നോമ്പെടുക്കുന്നവരായ ഇബാദത്തുകൾ ചെയ്യുന്നവരായ നല്ലവരായ സ്ത്രീകളെ അള്ളാഹു നൽകിയേക്കാം അദ്ദേഹത്തിന് എന്ന് പറയുന്ന ആയത്ത് അവതരിച്ചു എന്ന. ഈ 3 സന്ദർഭങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ അള്ളാഹു സ്വീകരിച്ചതായിട്ടാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അവിടെ ആ മഖാമ് ഇബ്രാഹിമിന് ഈ പ്രത്യേകതയല്ലാതെ വേറൊരു പ്രത്യേകതയും നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് പോലെ ഈ ഖബറിന്റെ അടുക്കൽ പോയി പിന്നെ റുകൂഅ് ചെയ്യുക, സുജൂദ് ചെയ്യുക, പിന്നെ ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുക, കുറേ മക്കാമുകളുണ്ട്, അവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഇത് ആര് പഠിപ്പിച്ചു? ഇത് ഷിയാക്കളുടെ ആചാരമാണ്. ഇസ്ലാമുമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല സഹോദരങ്ങളെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു ഭവനത്തിലേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ നമ്മൾ മനസ്സ് വെക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹ ഇബാദല്ലാഹ് ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടന്നു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഉളുഹിയത്ത് കൂടി നിർവഹിക്കുവാനുള്ള അവസരമാണ്. വളരെ പ്രധാനപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം, ഉളുഹിയത്ത് എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ നമുക്ക് കഴിവുള്ളവരെല്ലാവരും അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വരേണ്ടതും. അത് കേവലം നേരത്തെ ഒരുങ്ങണം എന്നുള്ളതാണ്. കാരണം അത് നിർവഹിക്കുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ദുൽഹജ്ജിൻ്റെ മാസം പിറന്നാൽ പിന്നെ അവർ മുടി നീക്കം ചെയ്യാനോ നഖം വെട്ടാനോ ഒന്നും പാടില്ല എന്നൊക്കെയാണ്. അയ്യാമു തശ്രീഖ് വരെ അവരാ ബലികർമ്മം നിർവഹിക്കുന്നവരെ, ബലികർമ്മത്തിനുള്ള അവസാന സമയം എന്ന് പറയുന്നത് അയ്യാമു തശ്രീഖിൻ്റെ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർവഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടി തയ്യാറെടുക്കണം. നമ്മൾ ഇന്നാഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക, പിന്നെ പറഞ്ഞ വൻഹർ, ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പം ഖുർആന്റെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എല്ലാ സമൂഹങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധന കർമ്മമാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസക, എല്ലാ ഉമ്മത്തിനും അള്ളാഹു അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഉളുഹിയത്ത് കർമ്മം അല്ലെങ്കിൽ ബലികർമ്മം നിർവഹിച്ചത് ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളായിരുന്നു. 2 ആൺമക്കളാണ് ആദ്യമായിട്ട് ബലികർമ്മം ഖുർബാൻ നിർവഹിക്കുന്നത്. പിന്നീട് വന്ന പ്രവാചകന്മാർക്കൊക്കെ ആ കൽപ്പന ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ ബഖറയുടെ ചരിത്രം എന്താണ്? സൂറത്തുൽ ബഖറയുടെ ഇത് സൂചിപ്പിക്കുന്നത് ഒരു മൃഗത്തെ, വൈദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഒരു ബഖറയെ ബലിയർക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാലു അതത്തഖിദുനാ ഹുസുവ, അവർ പറഞ്ഞു ഞങ്ങളെ പരിഹസിക്കണോ മൂസ, ഞങ്ങളെ നീ പരിഹസിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. പിന്നെ അവർ വളരെ പ്രയാസപ്പെട്ടത് ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിർവഹിച്ചിരുന്ന, എല്ലാ സമൂഹങ്ങളും നിർവഹിച്ചിരുന്ന ഒരു കർമ്മമാണ് അത്. അതുകൊണ്ട് ശുദ്ധമായ നിയ്യത്തോടുകൂടി
ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങളിൽ നിന്നുള്ള അതിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്, മറിച്ച് തഖ്വയാണ് എത്തിച്ചേരുന്നത് എന്ന്. അപ്പം നമ്മൾ ബലികർമ്മം നിർവഹിക്കുന്നവർ അത് നീയത്തോടുകൂടി, നല്ല നീയത്തോടുകൂടി അള്ളാഹുവിന് വേണ്ടി എന്ന ആ ഒരു ഉറച്ച നിലപാട് വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിയുന്നവർ ഓരോരുത്തരും നിർവഹിക്കുക. അല്ലെങ്കിൽ അത് 7 പേർ ചേർന്നുകൊണ്ട്, ഒട്ടകവും മാടുമാണ് എങ്കിൽ അതിൽ 7 പേർക്ക് വരെ പങ്കുചേരാവുന്നതാണ്. അതല്ല ആട് മാത്രമാണെങ്കിൽ ഒരാൾക്ക് മാത്രം അത് നിർവഹിക്കാവുന്നതാണ്. അതിൻ്റെ വയസ്സും കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സും, മാടാണെങ്കിൽ 2 വയസ്സും, ആടാണെങ്കിൽ 1 വയസ്സും, അത് ചെമ്മരിയാടാണെങ്കിൽ 6 മാസവും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നവർ, എല്ലാ പള്ളികളിലും അതിനുള്ള സംവിധാനമുണ്ട്, ഇവിടെയും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സംഘം ചേർന്ന് അത് സംഘടിപ്പിക്കേണ്ടതാണ്. വളരെ പ്രബലമായ സുന്നത്താണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഉളഹിയത്ത് എന്നാണല്ലോ ബലി പെരുന്നാൾ. ഈദുൽ അദ്ഹ എന്നാണ് പറയുന്നത്. ഈദുൽ അദ്ഹ, ഉളഹിയ പെരുന്നാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജിന് പുറപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ, ഈ പള്ളിയിൽ നിന്നും 1-2 സഹോദരങ്ങൾ സമീപിച്ചു, ഹജ്ജിന് പോകുന്ന യാത്ര ചോദിച്ചു. അവർക്കൊക്കെയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ എത്തിച്ചേരുവാനും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب